നമ്മളെ ഈ ഒരു മണ്ണെണ്ണ വിളക്ക് കാണുമ്പോഴത്തേക്ക് ഒത്തിരി പേര് ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്നും നമ്മളെ കയ്യിലുണ്ട്. ഒത്തിരി വർഷമായ ഒരു വിളക്കാണ്. ഈ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചായ ഇടണം. അപ്പോൾ അതിന് മുമ്പേ തന്നെ അടുപ്പിൻ്റെ തിട്ടയെല്ലാം വൃത്തിയാക്കി വിളക്കൊന്ന് കത്തിച്ച് വെച്ച് അടുപ്പിലെ തീയും വിളക്കിൻ്റെ വെട്ടമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ അടുക്കളയിൽ നല്ലൊരു വെട്ടമാണ് കേട്ടോ. വെട്ടവും നല്ലൊരു പോസിറ്റീവായിട്ടൊക്കെ തോന്നും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ തീയൊക്കെ പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്കത് തിളച്ചതിന് ശേഷം വേണം കേട്ടോ. ഞാനിവിടെ പാൽപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. പാലിപ്പോൾ കുറച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മളിതിനെ ഒന്ന് നല്ല രീതിയിലൊന്ന് അടിച്ചെടുത്തതിന് ശേഷം അടുപ്പിലോട്ട് വെച്ച് കൊടുത്ത് കുറച്ച് തേയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുമ്പൊക്കെ കുറേ പേര് പറയും ചൂട്ട് വയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ചായ ഇടുമ്പോഴത്തേക്ക് പുക ചുറ്റും കുടിക്കാനായിട്ട് കൊള്ളത്തില്ലെന്ന്. അങ്ങനെ ഒന്നുമില്ല. പണ്ടൊക്കെ നമ്മളെ വീടുകളിൽ ഗ്യാസൊന്നും ഇല്ലായിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇങ്ങനെയാണ് നമ്മൾ വിറകടുപ്പിൽ ചായ ഇട്ട് കുടിക്കുക. വിറകടുപ്പിൽ എനിക്ക് വേവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനിക്കൊരു മടുപ്പും ഇല്ല കേട്ടോ. അപ്പോഴിനിയിപ്പം നമുക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ അടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട്. ചായ ഇട്ടിട്ട് ഇതൊരു മണ്ണിൻ്റെ കപ്പാണ് കേട്ടോ. അപ്പോൾ വെള്ളവും തിളച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അരി ഇട്ട് കൊടുക്കാൻ വേണ്ടി നാഴി അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് വേവിച്ച് കഴിച്ച് നോക്കാം. വിറകടുപ്പിലൊക്കെ നമ്മൾ എത്രയോ വേവിച്ച് കഴിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ് നാടൻ രീതിയിലുള്ള കുക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.